ഹലോ ബഡീസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹണ്ടർ എച്ച് ഹണ്ടർ അനിമേ സീരീസിലെ എപ്പിസോഡ് 11 ആൻഡ് 12 ആണ്. അതെ, 11ഉം 12ാമത്തെ എപ്പിസോഡ്. ഈ എപ്പിസോഡ്സിലാണെങ്കിൽ കുറെ ആക്ഷൻസും നിറയെ ട്വിസ്റ്റുകളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പോയ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇത് അത്ര മനസ്സിലാവില്ല. അപ്പോൾ പോയ എപ്പിസോഡ്സ് ഒന്ന് കണ്ടിട്ട് വരാം പ്ലീസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ കിലുയുടെ അടിപൊളി ഫൈറ്റ് ഉണ്ട്, ഒരു ബാരാസ് ഫൈറ്റ് ഉണ്ട്, പിന്നെ ലിയോറിയുടെ പ്രണയമുണ്ട്, ഗോഡിന്റെ ബുദ്ധി എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിക്കാതെ നേരെ കഥയിലോട്ട് പോവാം. ആദ്യം നമ്മുടെ ലിയോറിയുടെ ഫൈറ്റ് ആണ്. അപ്പൊ എതിരാളി ഒരു പെൺകുട്ടിയാണ്. ഹാൻഡ്കഫും മുഖംമൂടിയൊക്കെ ഊരി മാറ്റി വരുമ്പോഴാണ് ലിയോറിയോ അന്തം വിടുന്നത്. ലിയോറിയോ വിചാരിച്ചത് വല്ല കിളവി ആയിരിക്കുമെന്നാണ്. പക്ഷെ ഇവളെ കണ്ടതോടുകൂടി നമ്മുടെ ലിയോറിക്ക് ക്രഷ് അടിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് നമ്മുടെ ഗോണും കൂട്ടരും പറയാ, ലിയോറിയോ പ്രണയത്തിലൊന്നും വീഴരുത്, ഇത് കൈവിട്ടു പോകും എന്നൊക്കെ. അങ്ങനെ അടുത്ത സീനിൽ അവളെ തന്നെ നോക്കി നമ്മുടെ ലിയോറിയോ ചോദിക്കുകയാണ് ഫൈറ്റ് എങ്ങനെയാണ്. അപ്പം നമ്മുടെ ആ ക്രിമിനൽ ലേഡി പറയാ, ഒരു ബിറ്റ് വയ്ക്കാം, ഞാൻ ആണാണോ പെണ്ണാണോ എന്ന്. ഇത് കേട്ടോടെ നമ്മുടെ ലിയോറിയോ ഞെട്ടി. ഇതെന്തൊരു കഥ, ട്രാൻസ്ജെൻഡർ ഒന്നും അല്ലല്ലോ അല്ലേ എന്നൊരു സംശയത്തോടെ നമ്മുടെ ലിയോറിയോ തിരിച്ചു ചോദിക്കുക. എന്നിട്ട് ലിയോറിയോ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നീ എങ്ങനെ തെളിയിക്കും എന്നും നമ്മുടെ ലിയോറിയോ ആ ക്രിമിനൽ ലേഡിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയാണ്, നീ സാറ്റിസ്ഫൈ ആവുന്ന വരെ എന്റെ ബോഡി ചെക്ക് ചെയ്യുക, ഒരു കുഴപ്പമില്ല എന്നും പറയാം. അപ്പൊ ലിയോറിയുടെ മനസ്സിൽ ഇത് കേട്ടോടെ തന്നെ ഒരു ലഡ്ഡു പൊട്ടുകയാണ്. ലഡ്ഡു അല്ല, ഒരു പടക്കം പൊട്ടിയെന്ന് തന്നെ നമുക്ക് പറയാം. അവൻ പറഞ്ഞു തന്നിട്ട്, ഞാൻ ബെറ്റ് വയ്ക്കുന്നു നീ ആണാണെന്ന്. അപ്പൊ ലേഡി പറയാണ്, ഞാൻ പെണ്ണാണെന്ന്. ഇതൊക്കെ കേട്ടോടെ ലിയോറിയുടെ മുഖം പ്രൈസ്ലെസ് ആയിട്ട് മാറുക. കാരണം അത്രയും സന്തോഷത്തിലാണ് അവൻ. ഇതൊക്കെ കഴിഞ്ഞതോടുകൂടി ഇത്ര ഈസിയായി എനിക്ക് ജയിക്കാൻ താല്പര്യമില്ല എന്ന് നമ്മുടെ ലേഡി അലിവ് തോന്നിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ലിയോറിയോയ്ക്ക് സങ്കടമാണ് ഉണ്ടാവുന്നത്. കാരണം ഈ കൊറിയുടെ ചാൻസ് ആണല്ലോ മിസ്സായത്. അപ്പൊ നമുക്ക് വേറൊരു കളി കളിക്കാം, സ്റ്റോൺ പേപ്പർ സിസറിൽ കളിക്കാമെന്ന് അവിടെ പറയാം. ലിയോറിയോ പഴയ കാലങ്ങളൊക്കെ ഓർക്കാണ്. അവന്റെ എല്ലാ എക്സ് ഗേൾ ഫ്രണ്ട്സിനെയും ഓർക്കുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള നല്ല ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ ഈ സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലപോലെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഓവർ തിങ്ക് ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ലിയോറിയോ ഈ കളി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്കോർ 2-2 എന്നുള്ള പോയിന്റ്സിൽ നിൽക്കുകയാണ്. രണ്ടുപേരും സമനിലയാണ്. അപ്പൊ ഈ ക്രിമിനൽ ആയിട്ടുള്ള ലീഡ് പറയുന്നുണ്ട്, നിന്റെ മനസ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നീ എന്താണ് വിചാരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ലിയോറിയോ കംപ്ലീറ്റ് കൺട്രോൾ വിടുക. കാരണം അവൻ എന്തിട്ടാലും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മുടെ ലിയോറിയോ നിൽക്കുന്നത്. അപ്പൊ അടുത്ത് നിന്ന് നമ്മുടെ ഗോൾ പറയുന്നുണ്ട്, ഹേ കുരുവ സിസർ ഇടൂട്ടോ, വേറൊന്നും ഇടല്ലേ എന്ന് പറയാം. അപ്പൊ ലിയോറിയോ പക്ഷെ ഓവർ തിങ്ക് ചെയ്ത് തോക്കുകയാണ്. കാരണം അവൻ സിസർ ഇടാനാ പറഞ്ഞ് അവൻ നേരെ പോയി സ്റ്റോൾ ഇട്ടു, അവളാണെങ്കിൽ പേപ്പർ ഇട്ടു. അപ്പൊ ഈ കളിയിൽ നമ്മുടെ ലിയോറിയോ തോക്കുകയാണ്, ഈ എതിരാളികളുടെ ടീം ജയിക്കുകയാണ്. അങ്ങനെ അടുത്ത ഫൈറ്റിലോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഈ ക്രിമിനലിനെ ഈ ബാക്കിയുള്ള ക്രിമിനൽസ് എല്ലാവരും ഭയക്കുന്നുണ്ട്. അപ്പൊ ഈ ക്രിമിനലിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് കിലുവയാണ്. അപ്പൊ കിലുവയാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ലിയോറിയെ കളിയാക്കണം. അയ്യോ, ഞാൻ സിസർ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലിയോറി നൈസായിട്ട് കളിയാക്കുന്നുണ്ട്. കാരണം കിലു തോക്കുന്നറിയാലോ ലിയോറയ്ക്ക്. അപ്പൊ ഇത് കേട്ട് കിലുവെ ദേഷ്യപ്പെടുക, നീ മര്യാദയ്ക്ക് ഇവനെ പിടിച്ചു വെക്കി, അല്ലെങ്കിൽ ഞാൻ കൊല്ലു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ക്രിമിനൽ വളരെ സ്ട്രെങ്ത് ഉള്ള പുള്ളിയാണെന്ന് തോന്നുന്നുണ്ട്. ക്രിമിനൽ ഹാൻഡ് കഫൊക്കെ ഊരിയിട്ട് മതിലൊക്കെ പൊളിച്ചിട്ടാണ് വരുന്നത്. മുഖംമൂടി ഊരിയപ്പോൾ ലിയോറി പറയാണ് ഇവരോട്, ഫൈറ്റ് വേണ്ട, ഇവൻ വലിയ സീരിയൽ കില്ലറാണ്, നിന്നെ കൊല്ലും ഉറപ്പാ. അപ്പൊ ഇത് കിലുവ കേൾക്കുന്നില്ല. കിലുയ ഒരു പേടിയും കൂടാതെ ഫൈറ്റിന് പോവുക. കിലുവയുടെ പവർ എന്താണെന്ന് ശരിക്കും ഇവർക്ക് ആർക്കും അറിഞ്ഞിട്ടില്ല ഇതുവരെ. എന്നിട്ട് ഈ ക്രിമിനൽ നമ്മുടെ കിലുവയോട് പറയുന്നുണ്ട്, കുറെ നാളായി ചോര കണ്ടിട്ട്, ഞാനൊരു എക്സാമിനർ ആണ്, നീ ഒരു കുട്ടിയാണെന്നൊന്നും ഞാൻ നോക്കൂല. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കിലുവയെ ചോദിക്കുകയാണ്, എക്സാം എങ്ങനെയാ? അപ്പൊ ക്രിമിനൽ അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ആദ്യം ആര് മരിക്കും അതുവരെ നമ്മൾ ഫൈറ്റ് ചെയ്യും. കിലുയ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്രിമിനൽ പറയാ, നിന്നെ ഞാൻ 2ആയി മുറിക്കാൻ പോവാ. അപ്പൊ ക്രിമിനൽ ഞാൻ നിന്നെ കൊല്ലും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കിലുയ ഓടി പോവുക. ആ സമയത്ത് തന്നെ നമ്മുടെ ക്രിമിനലിന്റെ നെഞ്ചിൽ ചോര. എന്താ ഇത്, എന്റെ ശരീരം ഫുള്ള് തണുപ്പാണല്ലോ എന്ന് ക്രിമിനൽ നോക്കുമ്പോൾ നമ്മുടെ ക്രിമിനലിന്റെ പേട്ട് പിടിച്ച് നിൽക്കുകയാണ് കിലുയ. എന്താ നീ കാട്ടിയത്? അതെനിക്കതാ, അതെന്റെ ഹൃദയാന്ന് നമ്മുടെ ക്രിമിനൽ പറയാ. അപ്പൊ ആ സമയത്ത് തന്നെ ക്രിമിനൽ മരിച്ചു വീഴുകയാണ്. അപ്പൊ കിലുയ, എനിക്ക് നിന്റെ ഹൃദയൊന്നും വേണ്ട, ഇന്ന് പിടിച്ചോന്നും പറഞ്ഞ് അവന്റെ കൈ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. കിലുയുടെ പവർ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഗൈസ്, അത്രയും പവറുള്ള ഒരുത്തനാണ് നമ്മുടെ കിലുയ. ഗോളിന്റെ ടീമിന് 3 പോയിന്റ്. ഇതൊക്കെ കണ്ട് ലിയോറിയോ വാ പൊളിച്ച് നിൽക്കുകയാണ്. കുറാപ്പിക്ക് ചോദിച്ചു, എങ്ങനെ അത് പറിച്ചെടുത്തു? ഒരു പൂ പറിച്ചെടുക്കുന്ന പോലെയാണല്ലോ ഇവൻ ഈ ഹേർട്ടൊക്കെ പറിച്ചെടുക്കുന്നതെന്ന് കുറാപ്പിക്ക ചോദിച്ചു. അപ്പൊ ഗോൾ ഇത് കേട്ട് പറയാണ്, അവന്റെ ഫാമിലി ഫുള്ള് അസാസിൻസ് ആണ്, അസാസിൻസ് ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അവൻ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് അവൻ മറുപടി പറയാ.
കിലൂയ തിരിച്ചു വരുന്നുണ്ട്. ലിയോറിയോ പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അറിയാതെ ചെയ്തു പോയതാ. ആ സമയത്ത് തന്നെ ഒരു ഡോറ് പ്രത്യക്ഷപ്പെടുകയാണ്. എക്സാമിനറും പറയുന്നുണ്ട് ഫൈറ്റ് കഴിഞ്ഞു, ഇതിലൂടെ നിങ്ങൾക്ക് ബേസിലോട്ട് പോകാം. എല്ലാരും ഓടി ആ ബേസിലോട്ട് പോവുകയാണ്. ആ ഓടുന്ന സമയത്ത് ഉറാപ്പിക്ക കിലൂയോട് ചോദിച്ചു എങ്ങനെ പറിച്ചെടുത്തു? കിലൂയ പറയുന്നുണ്ട് ചുമ്മാ പറിച്ചതാ, കൈ കാണിച്ചു കൊടുത്തിട്ട് എന്റെ അച്ഛനാണെങ്കിൽ ഒരു തുള്ളി പോലും ചോര ഉണ്ടാവില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇവര് ബേസിലോട്ട് ഓടുന്നുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം ഫേസ് 3 അവസാനിക്കാൻ പോവുക. അവസാനിക്കാനായിട്ട് 1 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഗോണും കിലുവയും കുറാപ്പിക്കയും ലിയോറിയും ടോൺപിയും താഴെ എത്തിയിട്ടുണ്ടാവും. കഷ്ടപ്പെട്ടെങ്കിലും 4 പേരും പാസ്സായിട്ടുണ്ട്. ഏറ്റവും താഴെ അവർ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിന്ന് തന്നെ തീരുകയാണ് ഗൈസ്. അപ്പോൾ എപ്പിസോഡ് 11ഉം 12ഉം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.